ആയിരത്തൊന്ന് രാത്രികളിൽ മൂന്നാമത്തെ ഷെയ്ക്കിൻ്റെ കഥ. അല്ലയോ മഹാനായ ഭൂതമേ, ഈ നിൽക്കുന്ന കോവർ കഴുത ഒരിക്കൽ എൻ്റെ ഭാര്യയായിരുന്നു. കുറേ നാൾ മുമ്പ്, ഏതാണ്ട് ഒരു കൊല്ലത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. കച്ചവടത്തിന് പുറം നാടുകളിൽ സഞ്ചരിച്ചപ്പോഴായിരുന്നു അത്. അപ്രതീക്ഷിതമായി മടങ്ങിയെത്തിയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കട്ടിലിൽ ഒരു കാപ്പിരി അടിമയുമായി പ്രണയസല്ലാപത്തിലേർപ്പെടുന്നത് കണ്ടു. അവൾ ഞെട്ടി എഴുന്നേറ്റ് ഒരു കുടന്ന വെള്ളം ജപിച്ച് എൻ്റെ മേൽ തളിച്ചു. ഞാനൊരു നായയുടെ രൂപത്തിലായി. എന്നെ ഇവൾ വീട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചു. ഞാൻ അടുത്തുള്ള കശാപ്പുകാരൻ്റെ പീടികയിലെത്തി. കശാപ്പുകാരൻ എന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. കശാപ്പുകാരൻ്റെ മകൾ മുഖപ്പടം താഴ്ത്തിയിട്ട് ചോദിച്ചു, എന്താണച്ചാ അപരിചിതനായ പുരുഷനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്? ഏതു പുരുഷൻ? അയാൾ ചോദിച്ചു. ഈ നിൽക്കുന്ന നായ യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. മന്ത്രം കൊണ്ടാണ് ഇങ്ങനെ രൂപം മാറിയത്. സംശയമുണ്ടെങ്കിൽ പഴയ രൂപത്തിലാക്കി കാണിക്കാം, അവൾ പറഞ്ഞു. എന്നാൽ വേഗം ഇയാളെ രക്ഷപ്പെടുത്തണം. പെൺകുട്ടി കുടത്തിൽ വെള്ളമെടുത്ത് മന്ത്രം ജപിച്ച ശേഷം എൻ്റെ പുറത്തു തളിച്ചു. ഈ നിൽക്കുന്നയാൾക്ക് പഴയ രൂപം തിരിച്ചു കിട്ടട്ടെ. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് മനുഷ്യരൂപം കിട്ടി. ഞാൻ പെൺകുട്ടിയുടെ കയ്യിൽ ചുംബിച്ചു നന്ദി പറഞ്ഞു. എൻ്റെ ഭാര്യയെ ശിക്ഷിക്കാനുള്ള ഉപായം അവളോട് ആരാഞ്ഞു. അവൾ കുറച്ച് വെള്ളം എൻ്റെ കയ്യിൽ തന്നിട്ട് അതാരുടെ മേൽ തളിക്കുന്നോ അയാൾ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലാകുമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയുടെ മേൽ മന്ത്രജലം തളിച്ച് അവളെ കോവർ കഴുതിയാക്കി കൊണ്ടു നടക്കുന്നു. ഇതെല്ലാം കേട്ട ഭൂതം കോവർ കഴുതിയോട് ചോദിച്ചു, ഇത് സത്യമാണോ? കഴുത തലകുലുക്കി. കഥ കേട്ടു രസിച്ച ഭൂതം തുള്ളിച്ചാടി. ഈ ഘട്ടത്തിൽ സൂര്യൻ ഉദിച്ചു. പുലർവെട്ടം കണ്ട ഷഹറാസാദ് മൗനം ഭജിച്ചു. അവളുടെ അനുജത്തി ദുനിയാസാദ് പറഞ്ഞു, ചേച്ചിയുടെ കഥകൾ ഒന്നാം തരം. നേരം പോയത് അറിഞ്ഞതേയില്ല. രാജാവിൻ്റെ ദയ കൊണ്ട് നാളെ ഞാൻ ജീവിച്ചിരുന്നാൽ ഇതിലും രസകരമായ കഥ പറയാം. ഷഹറാസാദ് ഇത് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ആത്മകഥം ഇങ്ങനെയായിരുന്നു: അല്ലാഹു ആണേ സത്യം. കഥയുടെ ബാക്കി ഭാഗം കൂടി കേട്ടിട്ട് മതി ഇവളെ കൊല്ലുന്ന കാര്യം ആലോചിക്കുന്നത്. പുലരിയുടെ ശേഷിച്ച സമയം ഇരുവരും ആലിംഗനബദ്ധരായി ശയിച്ചു. പിന്നീട് പകലന്തിയോളം രാജസദസ്സിൽ കാര്യവിചാരം നടന്നു. ശിക്ഷാവിധികളും പാരിതോഷികങ്ങളും യഥാവിധി കൽപ്പിച്ചു നൽകി. കൃത്യനിർവഹണം നടത്തിക്കഴിഞ്ഞ് സഭ പിരിഞ്ഞപ്പോൾ രാജാവ് അന്തഃപുരത്തിലെത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ദുനിയാസാദ് പറഞ്ഞു, ചേച്ചി, ഇന്നലത്തെ കഥയുടെ ബാക്കി കൂടി കേൾക്കട്ടെ? സന്തോഷത്തോടെ പറയാം, കേട്ടോളൂ, ഷഹറാസാദ് പറഞ്ഞു തുടങ്ങി. മൂന്നാമത്തെ ഷെയ്ക്കിൻ്റെ കഥയും ഭൂതത്തെ സന്തോഷിപ്പിച്ചു. വ്യാപാരിയുടെ മേൽ തനിക്കുള്ള അവസാനത്തെ അവകാശവും ഷെയ്ക്കിന് വിട്ടുകൊടുത്ത് ഭൂതം അപ്രത്യക്ഷനായി. വ്യാപാരി തൻ്റെ മോചനത്തിന് കാരണക്കാരായ ഷെയ്ക്കുമാരെ ആലിംഗനം ചെയ്ത് നന്ദി പറഞ്ഞു. എല്ലാവരും അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി. പക്ഷേ ഇനി പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, മുക്കുവിൻ്റെ കഥ, അത് ഇതിലും രസകരമാണ്. അതെന്ത് കഥയാണ്? രാജാവ് ചോദിച്ചു. ഷഹറാസാദ് പറഞ്ഞു, ഒരു വയസ്സൻ മുക്കുവനുണ്ടായിരുന്നു. പാവം. ഭാര്യയും 3 കുട്ടികളുമുള്ള അയാളുടെ കുടുംബം മിക്കവാറും പട്ടിണി തന്നെയായിരുന്നു. ദിവസവും 4 തവണ അയാൾ വല വീശും. വല്ലതും കിട്ടിയാലും ഇല്ലെങ്കിലും 5ാമതൊരു വട്ടം കൂടി വലയെറിയുന്ന പതിവില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് മുക്കുവൻ കടൽ തീരത്ത് ചെന്ന് കുട്ട നിലത്തു വെച്ചിട്ട് വല വീശി. വല വെള്ളത്തിൽ താണു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മെല്ലെ വലിച്ചു കയറ്റി. വല്ലാത്ത ഭാരം. കരയിലൊരു കുറ്റി തെറിച്ച് വല അതിൽ ബന്ധിച്ചിട്ട് അയാൾ വെള്ളത്തിൽ മുങ്ങി മുകളിലേക്ക് കൊണ്ടുവന്നു. കഷ്ടം, ഒരു കഴുതിയുടെ ശവമായിരുന്നു വലയിൽ കുടുങ്ങിയത്. അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെയാവാം, അയാൾ ആശ്വസിച്ചു. എന്നാലും വലയിൽ കുരുങ്ങാൻ കണ്ട സാധനം. കഴുകി വൃത്തിയാക്കിയ വല ഒരു പ്രാർത്ഥനയോടെ അയാൾ വെള്ളത്തിലിട്ടു. വലിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ നല്ല ഭാരം. ഏതോ വലിയ മത്സ്യം കിട്ടിയത് തന്നെയെന്ന് അയാൾ സന്തോഷിച്ചു. എന്നാൽ കിട്ടിയതോ വലിയൊരു മൺഭരണി. ഭരണി നിറയെ മണ്ണും ചെളിയും മാത്രം. വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല എന്ന തത്വം തന്നെത്താൻ പറഞ്ഞുകൊണ്ട് അയാൾ ഭരണി ദൂരെ എറിഞ്ഞു. മൂന്നാമതും അയാൾ വല വീശി. ഇപ്രാവശ്യം കുറേ ഉടഞ്ഞ പാത്രങ്ങളും കുപ്പിച്ചില്ലുകളുമാണ് കിട്ടിയത്. അയാൾ പറഞ്ഞു, ദൈവമേ, ഞാൻ 4 തവണയേ വല വീശാറുള്ളൂ.
ഇതാണ് അവസാനത്തേത് എന്ന് ആകാശത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് മുക്കുവൻ വല തിലമാലകളിലേക്ക് എറിഞ്ഞു. അല്പം കഴിഞ്ഞ് വല വലിച്ചു തുടങ്ങിയപ്പോൾ അത് അനങ്ങുന്നില്ലെന്ന് കണ്ടു. കടലിനടിയിലെ പാറകളിൽ ഉടക്കിയതാകാമെന്ന് കരുതി അയാൾ വെള്ളത്തിൽ മുങ്ങി ഒരുവിധം വല പുറത്തു കൊണ്ടുവന്നു. വലിയൊരു ചെമ്പുകുടമാണ് വലയിലുണ്ടായിരുന്നത്. കേടുപാടുകളൊന്നുമില്ലാത്ത നല്ല കുടം. അതിൻ്റെ വായ ഭദ്രമായി അടച്ചു മുദ്ര വെച്ചിരുന്നു. നല്ല ചെമ്പാണ്, വിറ്റാൽ 10 ദിനാറെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് മുക്കുവൻ കുടം കുലുക്കി നോക്കി. നല്ല ഭാരമുണ്ടെങ്കിലും കുലുങ്ങുന്നില്ല. അകത്ത് വല്ലതുമുണ്ടെങ്കിൽ എടുത്തു മാറ്റിയിട്ട് കുടം വിൽക്കാമെന്ന് കരുതി മുക്കുവൻ കത്തിയെടുത്ത് അടപ്പ് തുറന്നു. കുടം ശൂന്യമായിരുന്നു. പക്ഷേ അതിൽ നിന്നും പുക ഉയരാൻ തുടങ്ങി. അയാൾ മിഴിച്ചു നിൽക്കെ പുക കട്ടിയായി ഒരു വൻ തൂണുപോലെ മേലോട്ട് പൊങ്ങി. അടുത്ത ക്ഷണം മാനം മുട്ടുന്ന ഭീമാകാരനായ ഭൂതമായി മാറി. കപ്പൽ പാമരം പോലുള്ള കാലുകളും ഗുഹ പോലത്തെ വായും പന്തം പോലെ തീപാറുന്ന കണ്ണുകളും കൊച്ചു പർവ്വതം പോലുള്ള തലയും ചപ്പറ തലമുടിയുമൊക്കെയായി ബീഭത്സ രൂപം പൂണ്ട ഭൂതത്തെ കണ്ട മുക്കുവൻ പേടിച്ചു വിറച്ചു. ഭൂതത്തിൻ്റെ നോട്ടം മുക്കുവൻ്റെ മേൽ പതിച്ചു. ഭൂതം അയാളോട് പറഞ്ഞു, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. പ്രവാചകനായ സുലൈമാനെ, എന്നെ കൊല്ലരുത്. ഞാനിനി അങ്ങേ ധിക്കരിക്കുകയില്ല. അപ്പോൾ മുക്കുവൻ ചോദിച്ചു, അല്ല, ഇതെന്ത് കഥ? സുലൈമാൻ മരിച്ചിട്ട് 1800 വർഷം കഴിഞ്ഞതറിഞ്ഞില്ലേ? താൻ ഈ കുടത്തിനകത്ത് എങ്ങനെ വന്നുപെട്ടു? ഭൂതത്തിൻ്റെ സ്വരം മാറി. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. മുക്കുവനെ, നിനക്കൊരു സന്തോഷ വർത്തമാനം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്ത് വർത്തമാനം? മുക്കുവൻ ചോദിച്ചു. നിന്റെ മരണം, ക്രൂരമായ മരണം, ഈ നിമിഷം തന്നെ. അല്ലാഹു നിന്നോട് പൊറുക്കുകയില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ കൂടത്തിൽ നിന്ന് തുറന്നു വിട്ടതോ? ഭൂതം കനിഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഏത് രീതിയിലുള്ള മരണമാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് പറ. പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതെനിക്കറിയണം. എൻ്റെ കഥ ഞാൻ പറയാം, അപ്പോൾ നിനക്ക് മനസ്സിലാകും. എന്നാൽ വേഗം പറഞ്ഞു തൊലിക്ക്, ഞാൻ പേടിച്ച് ചാകാറായി. ഭൂതം പറഞ്ഞു തുടങ്ങി. ഞാൻ ദാവീദിൻ്റെ പുത്രനായ സുലൈമാനോട് പിണങ്ങി. സുലൈമാൻ്റെ മന്ത്രി എന്നെ പിടിച്ചു കിട്ടി തിരുമുമ്പിൽ ഹാജരാക്കി. അല്ലാഹുവിൽ വിശ്വസിക്കാൻ അദ്ദേഹം എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ വഴങ്ങിയില്ല. അപ്പോഴദ്ദേഹം എന്നെ കുടത്തിലടച്ച് മുദ്ര വെച്ചു. സുലൈമാൻ്റെ ശിഷ്യനായ മറ്റൊരു ഭൂതം കുടത്തിനെ ആഴക്കടലിൽ കൊണ്ടിട്ടു. ആഴിക്കടിയിൽ 100 വർഷം കിടന്ന ഞാൻ എന്നെ മോചിപ്പിക്കുന്നവർക്ക് അളവറ്റ ധനം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ആരും വന്നില്ല. 2-ാമത്തെ നൂറ്റാണ്ടിൽ ഞാൻ മറ്റൊരു പ്രതിജ്ഞ ചെയ്തു. എന്നെ സ്വതന്ത്രനാക്കുന്നവന് ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നൽകും. 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആരും എന്നെ സഹായിച്ചില്ല. അപ്പോൾ ഞാൻ മറ്റൊരു പ്രതിജ്ഞ ചെയ്തു. എൻ്റെ വിടുതലിന് സഹായിക്കുന്നയാളുടെ 3 ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതാണ് എന്ന്. എന്നിട്ടും ഫലമില്ലാതായപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇനി എന്നെ തുറന്നു വിടുന്നവനെ കൊല്ലുമെന്ന് സത്യം ചെയ്തു. അതാണിപ്പോൾ സംഭവിച്ചത്. നീയാണ് ആ ഭാഗ്യഹീനൻ. നിനക്ക് ഏത് രീതിയിലുള്ള മരണമാണ് സ്വീകാര്യമെന്ന് വേഗം പറഞ്ഞു. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! മുക്കുവൻ വിലപിച്ചു. ഭൂതത്താനെ, ഇതെന്തു പ്രത്യുപകാരമാണ്! എന്നെ വെറുതെ വിട്ടാൽ നിന്നെ ദൈവം തുണയ്ക്കും. എന്നെ നീ കൊന്നാൽ നിന്നെ ദൈവം കൊന്നുകളയും. എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല. എൻ്റെ സത്യം പാലിച്ചേ തീരൂ, ഭൂതം പറഞ്ഞു. ഭൂതമേ, നിന്നിൽ കനിവിൻ്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ. കുറുക്കൻ്റെ കുഞ്ഞിനെ പാലൂട്ടിയാൽ കൃതജ്ഞത എന്നിയെ മറ്റെന്ത് കിട്ടാൻ എന്ന കവിവാക്യം ഞാൻ ഓർക്കുന്നു. മതി, കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. മരിക്കാൻ തയ്യാറായിക്കൂ എന്ന് ഭൂതം ഗർജിച്ചു. അപ്പോൾ മുക്കുവൻ വിചാരിച്ചു, ഞാനൊരു മനുഷ്യനും ഇയാൾ ഭൂതവുമാണ്. എങ്കിലും അല്ലാഹു എനിക്ക് തലച്ചോറ് തന്നിട്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ചു നോക്കാം. എന്നിട്ട് ഉറക്കെ ചോദിച്ചു, ഞാൻ മരിക്കണമെന്ന് തന്നെ നിശ്ചയിച്ചോ? അതിൽ യാതൊരു സംശയവുമില്ല, ഭൂതം പറഞ്ഞു. എങ്കിൽ അല്ലാഹുവിൻ്റെ പേരിൽ എനിക്കൊരപേക്ഷയുണ്ട്. എൻ്റെ ഒരു ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയണം. സത്യമായും പറയാം, ഭൂതം പറഞ്ഞു. മുക്കുവൻ ചോദിച്ചു, നിന്റെ കൈയോ കാലോ പോലും തിരികെ കയറ്റാൻ പറ്റാത്ത ഈ കുടത്തിൽ ഇത്രയും വലിയ ശരീരം എങ്ങനെ ഒതുക്കിയെന്ന് പറയാമോ? എന്താ, എനിക്കതിന് കഴിവില്ലെന്നാണോ നിന്റെ വിചാരം? ഭൂതം അട്ടഹസിച്ചു. എനിക്ക് സംശയമാണ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ. ആ സമയം സൂര്യൻ ഉദിച്ചു. നേരം പുലർന്നത് കണ്ട് ഷഹ്റസാദ് നിശബ്ദത പാലിച്ചു. അന്ന് രാത്രിയായപ്പോൾ ഷഹ്റസാദ് കഥ തുടർന്നു.
മുക്കുവൻ പറഞ്ഞത് കേട്ട് ഭൂതം നിന്ന നിൽപ്പിൽ ഒന്നുലഞ്ഞു. ഉടനെ അതൊരു പുകപടലമായി. ആകാശം നിറഞ്ഞ പുക പെട്ടെന്ന് ചുരുങ്ങി ചുരുങ്ങി കൂടത്തിനകത്ത് പ്രവേശിച്ചു. മുക്കുവൻ വേഗം അടപ്പെടുത്ത് കുടത്തിൻ്റെ വായി ഭദ്രമായി അടച്ചു. ഇനി നിനക്ക് ഏത് രീതിയിലുള്ള മരണമാണ് വേണ്ടത്? മുക്കുവൻ ഭൂതത്തെ പരിഹസിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ കടലിൽ എറിഞ്ഞിട്ട് ഈ തീരത്തൊരു വീട് കെട്ടിപ്പാർക്കും. കടലിൽ ഭൂതമുണ്ടെന്നും ആരും മീൻ പിടിക്കാൻ ഇറങ്ങരുതെന്നും നാട്ടുകാരോട് ഞാൻ പറയും. ഭൂതം പുറത്തു വരാൻ ശ്രമിച്ചു. പ്രവാചകൻ സുലൈമാൻ്റെ മുദ്രയുള്ള അടപ്പായിരുന്നതുകൊണ്ട് കുടം തുറക്കാൻ സാധിച്ചില്ല. എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഭൂതം മയത്തിൽ ചോദിച്ചു. കടലിലിടാൻ പോകുന്നു. 1800 വർഷം നീ അവിടെ കിടന്നില്ലേ? ഇനി ലോകാവസാനം വരെ നിനക്ക് മോചനമില്ല. അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ അപേക്ഷിച്ചിട്ടും നീ ചെവിക്കൊണ്ടില്ലല്ലോ. കുടം തുറക്കൂ, നിനക്ക് എന്തു വേണമെങ്കിലും തരാം, ഭൂതം അപേക്ഷിച്ചു. വഞ്ചകൻ, യൂനാൻ രാജാവിൻ്റെയും വൈദ്യൻ്റെയും കഥ കേട്ടിട്ടുള്ള ആരെങ്കിലും നിന്റെ വാക്കു വിശ്വസിക്കുമോ? അതെന്ത് കഥയാണ്? അവർക്കെന്തു പറ്റി? കൂടത്തിനകത്തിരുന്ന ഭൂതം ചോദിച്ചു.